മനുഷ്യൻ്റെ അവസാന ശ്വാസവും നിലച്ച് ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് യാത്രയായോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കും. എന്നിട്ട് കണ്ണിൻ്റെ പ്യൂപ്പിളിലേക്ക് നോക്കും. എന്നിട്ട് അവിടെ നിന്ന് നോക്കിയിട്ട് പറയും, അതിങ്ങനെ അടിച്ച് നോക്കുമ്പം അതിനനുസരിച്ച് ആ പ്യൂപ്പിൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ലെങ്കിൽ, ചലിക്കുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം ആ മനുഷ്യൻ യാത്രയായി എന്നാണ്. എന്നാൽ ഈ യാത്രയായ ഈ ഒരു മനുഷ്യന് വീണ്ടും ഭൂമിയിലേക്ക് തിരികെ വരാനുള്ളൊരു അവസരം എന്ന് ആലോചിച്ച് നോക്ക്. അത് കണ്ണ് ദാനം ചെയ്യുന്ന മനുഷ്യന്മാരാണ്. കണ്ണ് ദാനം ചെയ്യുന്ന മനുഷ്യന്മാർ കുറച്ചുകൂടി സമയം അവരുടെ കണ്ണുകൾ മറ്റൊരാളുടെ കണ്ണായി ജീവിതത്തെ കാണുന്നൊരവസ്ഥ. ലോകത്തെ ഏറ്റവും വലിയൊരു മഹത്കാരിയാണ് മരണശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് കണ്ണ്, ചിലവരൊക്കെ അപകടത്തിൽ മരിച്ച ഹൃദയം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഹൃദയമൊക്കെ ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യരാശിയുടെ മുഴുവൻ ജീവൻ രക്ഷപ്പെടുത്താൻ തുല്യ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളൊരു കണ്ണ് കൊടുത്താൽ ആ കണ്ണൊരു മനുഷ്യൻ്റെ കാഴ്ചയായി മാറുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യകുലത്തെ രക്ഷപ്പെടുത്തിയതിന് തുല്യ. നമ്മൾ ദാനം ചെയ്യണം. രക്തം മാത്രമല്ല, കണ്ണ്, മറ്റ് അവയവങ്ങളെല്ലാം ദാനം ചെയ്യാം. നമ്മൾ എഴുതി വെക്കണം, നമ്മൾ പ്രതിജ്ഞ എടുക്കണം. അത്രയേറെ അതിലും വലിയൊരു പുണ്യം, അതിലും വലിയൊരു ധർമ്മം, അതിലും വലിയൊരു ദൈവിക വർഷിപ്പ് ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ആലോചിച്ച് നോക്കാം. ദാനം ലഭിച്ച കണ്ണുകളുമായി ഹൃദയങ്ങളുമായി ചലിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ പോയി ചോദിച്ചു നോക്ക്. അവർ പറഞ്ഞു തരും അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന്.